Yeah, June. In this part, we'll see another type of market structure, that is monopolistic competition. So monopolistic competition is actually a mix of two type of market structure that we have already seen, that is perfect competition and monopoly. ഇതിന്റെയൊക്കെ ഫീച്ചേഴ്സ് തമ്മിലുള്ള ഒരു മിക്സ് ആണ് എന്ത് monopolistic competition എന്ന് പറയും. It is a structure where there are many firms, perfect competition ഒരു peculiarity, but not identical product, differentiated product. Each firm has some control over price due to its product differentiation, but faces competition from close substitutes. അതായത് ഇവിടുത്തെ മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്ട്സ് ആണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഹോമോജീനിയസ് പ്രോഡക്ട്സ് ആണെങ്കിൽ ഇവിടെ ഒരുപാട് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ഉണ്ട്. കുറച്ച് പ്രൈസ് കൺട്രോൾ ഒക്കെ മോണോപ്പൊലിനെ പോലെയുണ്ട്, പക്ഷെ ഒരുപാട് പ്രൈസ് കൺട്രോൾ ഇവിടെ ഇല്ല. സോ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ലാർജ് നമ്പർ ഓഫ് ഫേംസ് ആസ് ഇൻ ദ കേസ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് പെർഫെക്റ്റ് കോമ്പറ്റീഷനെ പോലെ തന്നെ. പക്ഷെ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ആണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ്. ഡിസൈന്, ക്വാളിറ്റി, പാക്കേജിങ് അതൊക്കെ ഡിഫറെന്റ് ആയിരിക്കും ഓരോ പ്രോഡക്റ്റിനും. സെല്ലിംഗ് കോസ്റ്റ്, അതായത് ഓരോ പ്രോഡക്റ്റും ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്വർടൈസ്മെന്റ്സ്, ബ്രാൻഡിങ്, അങ്ങനെ ഒരുപാട് സെല്ലിംഗ് കോസ്റ്റ് ഫേമിന് ഇൻക്വയർ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ സം കൺട്രോൾ ഓവർ പ്രൈസ് ഉണ്ട്. അതായത് നമുക്ക് ഷോർട്ട് റണ്ണിലൊക്കെ വേണമെങ്കിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം, പക്ഷെ ലോങ് റണ്ണാകുമ്പോഴേക്കും ആ കൺട്രോൾ കുറേയൊക്കെ കോമ്പറ്റീഷൻ കാരണം പോവും. പക്ഷെ ഇവിടെ പ്രൈസ് നോൺ പ്രൈസ് കോമ്പറ്റീഷൻ ആണ് ഇവിടെ കൂടുതലുള്ളത്. അതായത് കോമ്പറ്റീഷൻ വരുന്നത് ക്വാളിറ്റി, ഡിസൈൻ, ബ്രാൻഡ് ഇമേജ്, അങ്ങനെ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷനിലാണ് ഇവിടെ കോമ്പറ്റീഷൻ വരുന്നത്. അല്ലാതെ പ്രൈസിംഗിലല്ല കൂടുതലായിട്ടും എന്ത് വരുന്നത്, കോമ്പറ്റീഷൻ വരുന്നത്. ദീസ് ആർ ദ മേജർ ഫീച്ചേഴ്സ് ഓർ എസെൻഷ്യൻസ് ഓഫ് മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. അതിൽ നിന്ന് തന്നെ വി കൻ ഗ്രാബ് ഫ്യൂ അഡ്വാൻറ്റേജസ്. ഇവിടെ എന്താണുള്ളത്, പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ മെയിൻ ഹൈലൈറ്റ് ആണ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ വെറൈറ്റി ഓഫ് ചോയ്സസ് പ്രോഡക്റ്റ് ഉണ്ട്. ഫ്രീഡം ഓഫ് ചോയ്സ്, കൺസ്യൂമേഴ്സിന് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് ചൂസ് ചെയ്യാം. മോണോപ്പൊളിയുടെ കേസിൽ അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവരൊരു പ്രോഡക്റ്റ് തരും, ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സും കാര്യങ്ങളും ഇല്ല, നമ്മൾ അത് ചൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് പ്രോഡക്ട്സ് ഉള്ളത് കൊണ്ട് തന്നെ പുതിയ പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റിൽ കൊണ്ടുവന്ന് കോമ്പറ്റീഷൻ, ഹെൽത്തി കോമ്പറ്റീഷൻ കൂട്ടാനും അതുപോലെ തന്നെ ഇന്നോവേഷൻ കൂട്ടാനും ഇത് മോട്ടിവേറ്റ് ചെയ്യും. ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉള്ളത് കൊണ്ട് തന്നെ കൺസ്യൂമേഴ്സിന് എന്താണ്, ഒരു ഫേമിന് മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി ഇൻ പ്രൈസിങ്, ഫേം ഹാവ് സം കൺട്രോൾ ഓവർ പ്രൈസ്. ഡിമാൻഡിനൊക്കെ അനുസരിച്ച് കുറച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഒരുപാട് കൺട്രോൾ ഇല്ലെങ്കിലും ചെറിയ കൺട്രോൾ ഉള്ളത് കൊണ്ട് തന്നെ പ്രൈസ് കുറച്ച് ഡിമാൻഡിനനുസരിച്ച് ഫ്ലെക്സിബിൾ ആയി ചേഞ്ച് ചെയ്യാനുള്ള അതോറിറ്റി ഫേംസിനുണ്ട്. These are the advantages of monopolistic competition. Now about disadvantages, high selling cost. അതായത് ഇവിടെ ഒരുപാട് പ്രൊഡക്ട്സ് ഉള്ളത് കൊണ്ട് തന്നെ ഈ കമ്പനിക്ക് ഒരുപാട് അഡ്വർടൈസ്മെന്റും പ്രൊമോഷൻസിനും ഒക്കെ വേണ്ടി പൈസ ചെലവാക്കേണ്ടി വരും. ആൻഡ് വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ്, പാക്കേജിങ്ങിന്, അഡ്വർടൈസിങ്ങിനൊക്കെ ഒരുപാട് ചെലവാക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അതായത് പ്രൈസസ് ആർ യൂഷ്വലി ഹയർ ദാൻ ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ due to product differentiation. So അതുകൊണ്ട് തന്നെ competition will be more imperfect than while comparing perfect competition. പിന്നെ നോർമൽ പ്രോഫിറ്റ് ഫേമിന് എപ്പോൾ മാത്രമേ കിട്ടുള്ളൂ, ലോങ് റണ്ണിൽ നോർമൽ പ്രോഫിറ്റ് മാത്രമേ കിട്ടുള്ളൂ. സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ചിലപ്പോൾ ഷോർട്ട് റണ്ണിൽ കിട്ടും. പിന്നെ കൺസ്യൂമേഴ്സ് കൺഫ്യൂഷൻ ഉണ്ടാവും. കാര്യം എന്താണ്, ഒരുപാട് ചോയ്സസ് ഉള്ളത് കൊണ്ട് തന്നെ. ഇക്കോണമീസ് ഓഫ് സ്കെയിൽ നമ്മൾ എവിടെ കണ്ടിട്ടുണ്ട്, മോണോപ്പൊളിയുടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇക്കോണമീസ് ഓഫ് സ്കെയിൽ അധികം ഇല്ല. അതായത് ഒരുപാട് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യുമ്പം കോസ്റ്റ് കുറയുന്നതാണ് എന്ത്, ഇക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെ ഇല്ല. കാരണം ഒരുപാട് കോമ്പറ്റീഷനും ഡിഫറെന്റ് പ്രോഡക്ട്സും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഫേമിന് എന്ത് ചെയ്യാൻ പറ്റില്ല, കോസ്റ്റ് കുറയ്ക്കാൻ പറ്റില്ല. സോ ഫേം cannot take the advantage of economies of scale. So this is about few disadvantages of monopolistic competition. Now quickly we'll see a comparison of monopoly and monopolistic competition. നമ്മൾ ഓൾറെഡി മോണോപ്പൊളിയുടെ ഫീച്ചേഴ്സ് നേരത്തെ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒരു ഫേം മാത്രമേ ഉള്ളൂ. ഇവിടെ ലാർജ് നമ്പർ ഓഫ് ഫേംസ്. ഇവിടെ ദർ ആർ നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്, ഒരു യുണീക് പ്രോഡക്റ്റ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഇവിടെ ഒരുപാട് ഡിഫറെന്റ് പ്രോഡക്ട്സും കാര്യങ്ങളും ഉണ്ടാവും. പ്രൈസ് ഇവിടെ ലിമിറ്റഡ് കൺട്രോൾ ആണ് മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ. ഇവര് പ്രൈസ് മേക്കേഴ്സ് ആണ് മോണോപ്പൊളി, അതുകൊണ്ട് തന്നെ ഫുൾ കൺട്രോൾ ഉണ്ട്. എൻട്രി ആൻഡ് എക്സിറ്റ് നമ്മൾ ഫീച്ചറിൽ കണ്ടു.
മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് സ്ട്രോങ് ബാരിയേഴ്സ്. ഈ രണ്ട് കേസിലും ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. കാര്യം എന്താ വെച്ചാൽ രണ്ടുപേർക്കും ഈ മൊണോപ്പൊളിയുടെ കേസിൽ നല്ല കൺട്രോൾ ഉണ്ട് പ്രൈസിൽ, ഇവിടെ ചെറുതായിട്ട് കൺട്രോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണെങ്കിലും മോണോപ്പൊളി ലെസ് ഇലാസ്റ്റിക്കും ഇവിടെ മോർ ഇലാസ്റ്റിക്കും ആണ്. അതായത് പ്രൈസ് കൺട്രോൾ ഉണ്ടെങ്കിലും അതിൽ ചേഞ്ച് വരാം ഡിമാൻഡിനും സപ്ലൈക്കും അനുസരിച്ച്. കാര്യം ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ. ലെവൽ ഓഫ് പ്രോഫിറ്റ്, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ മോണോപ്പൊളിക്ക് ലോങ് റണ്ണിൽ പോരും. പക്ഷെ ഇവിടെ ലോങ് റണ്ണിൽ നോർമൽ പ്രോഫിറ്റ് മാത്രമേ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഇൻ കേസ് ഓഫ് മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. So these are the major points of difference between monopoly and monopolistic competition. Now we'll move to graph. മോണോപ്പൊലിയിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഷോർട്ട് റണ്ണിൽ മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം. ഇൻ ദ കേസ് ഓഫ് ലോങ് റൺ നമുക്ക് നോർമൽ പ്രോഫിറ്റ് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ വിൽ അനലൈസ് ഇറ്റ് യൂസിങ് ടു ഡിഫറെന്റ് ഡയഗ്രാംസ്. നേരത്തെ ഉള്ളതുപോലെ തന്നെ ക്വാണ്ടിറ്റി രണ്ട് കേസിലും എക്സ് ആക്സിസിൽ പ്രൈസ്, വൈ ആക്സിസിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇൻ കേസ് ഓഫ് മോണോപ്പൊലി പോലെ തന്നെ നമുക്ക് കാണാം ഇവിടെ എ സി എന്താണ്, എ സി എസ് യു ഷേപ്പ് റൗണ്ട് ഷേപ്ഡ്, ഇത് കുറച്ച് യു ഷേപ്ഡ് ആണ്. എം സി രണ്ട് ഡിമാൻഡ് ഇവിടെ എം ആറും എ ആറും ഈ സെയിം ആയിട്ടുള്ളതല്ല. നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എം ആറും എ ആറും ഒറ്റൊരു സാധനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മോണോപ്പൊലിക്ക് ഉള്ളത് പോലെ തന്നെ എം ആറും എ ആറും ഡിഫറെന്റ് ആണ്. എ ആർ ഇൻഫാക്ട് ഈക്വൽ ടു ഡിമാൻഡ് കർവ്. ഏകദേശം മോണോപ്പൊലി പോലെ തന്നെയാണ് ഈ ഡയഗ്രാം. പക്ഷെ മോണോപ്പൊലിയുടെ അത്ര നമുക്ക് ഇലാസ്റ്റിക് അല്ല, മോണോപ്പൊലിയുടെ അത്ര അങ്ങ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. എനിവേ ഷോർട്ട് റണ്ണിൽ മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. എവിടെയാണ് പോയിന്റ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്? സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഇസ് attained or price equilibrium is attained at a point where MC curves MC equal to MR. ഈ പോയിന്റിലാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത്. P1 പ്രൈസിലും Q1 ക്വാണ്ടിറ്റിയിലും സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. മോണോപ്പൊലിയിലും സെയിം തന്നെയായിരുന്നു. വെയർ MC മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂവും ഈക്വൽ ആവുന്നിടത്താണ് ഇക്വിലിബ്രിയം പ്രൈസ് വരുന്നത്. ഇവിടെ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന സമയത്ത് നമുക്കൊരു കാര്യം അറിയാം. സൂപ്പർ നോർമൽ പ്രോഫിറ്റ് നമ്മൾ ഇവിടെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ പെക്യുലാരിറ്റി എന്താണ്? എ സി ആവറേജ് കോസ്റ്റ് ഇസ് ബിലോ ആവറേജ് റവന്യൂ. അതായത് ഇവിടെ എന്താണ്, ഈ പോയിന്റിൽ കോസ്റ്റ് കുറവും റവന്യൂ കൂടുതലുമാണ്. അതുകൊണ്ട് തന്നെ ചെലവ് കുറവും വരവ് കൂടുതലാവുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും? നല്ല പ്രോഫിറ്റ് കിട്ടും. അതുകൊണ്ട് തന്നെ ഇവിടെ വിൽ ഹാവ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. പക്ഷെ ലോങ് റണ്ണിൽ നോക്കുന്ന സമയത്ത് എ സിയും പിന്നെ എ ആറും ഈക്വൽ ആയിട്ടാണ് വരുന്നത്. അതായത് ആവറേജ് കോസ്റ്റും ആവറേജ് റവന്യൂവും കോസ്റ്റും ചെലവും വരുമാനവും ഒക്കെ ഏകദേശം സെയിം ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഒരിക്കലും സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. ലോങ് റണ്ണിൽ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ഡ്യൂ ടു ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് കോമ്പറ്റീഷൻ. ഇവിടെ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷനും ഒരുപാട് ചോയ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് തന്നെ ലോങ് റണ്ണിൽ മോണോപ്പൊളിസ്റ്റിക് ഫേംസിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? abnormal profit create ചെയ്യാൻ പറ്റില്ല. So this is the diagram of monopolistic competition. ഏകദേശം ഷോർട്ട് റണ്ണിൽ ഇറ്റ് ഇസ് സെയിം ആസ് ദാറ്റ് ഓഫ് മോണോപ്പൊലി. ലോങ് റണ്ണിലാണ് ചെറിയ ഡിഫറൻസ് വരുന്നത്. അവിടെ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല, നോർമൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. So this is all about monopolistic competition. We have seen what monopolistic competition is, its basic features, advantages, disadvantages, comparison and graphs.